പക്ഷേ മൊബൈലിലേക്ക് SMS വരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇമെയിൽ കൊടുത്താൽ ഇമെയിലിലേക്കും യൂസർ ID യും പാസ്വേഡും ലഭിക്കും. അതിനുവേണ്ടി ഇമെയിൽ കൊടുക്കാം. ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആളുകൾ മൊബൈൽ നമ്പറും ഒപ്പം ഇമെയിലും നിർബന്ധമായിട്ട് കൊടുക്കണം. ശേഷം രജിസ്റ്റർ അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മദ്രസയുടെ പേരും സ്ഥലവും എഴുതി കാണിക്കും. കൺഫേം ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ OTP മൊബൈലിലോ ഇമെയിലോ ലഭിച്ച OTP എൻ്റർ ചെയ്യുക. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിജയകരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ID യും പാസ്വേഡും ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യേണ്ടത് മദ്രസയുടെ അധികാരപ്പെടുത്തിയ ആൾ മാത്രമായിരിക്കണം. ഇപ്പോൾ നമുക്ക് ലോഗിൻ ID യും പാസ്വേഡും ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മദ്രസയുടെ പാനലിലേക്ക് ലോഗിൻ ചെയ്യാം. ലഭിച്ച യൂസർ ID യും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മദ്രസയുടെ പാനലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, മദ്രസ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. മദ്രസ ഡീറ്റെയിൽ സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മദ്രസയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കാണുക. ഇതിലേതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണോ എന്ന് ശ്രദ്ധിക്കുക. 7 ഘട്ടങ്ങളായിട്ടാണ് ഡാറ്റ എൻട്രി കംപ്ലീറ്റ് ആക്കേണ്ടതുള്ളത്. ഒന്നാം ഘട്ടത്തിൽ ബേസിക് ഡീറ്റെയിൽസ് എന്ന സെക്ഷനാണ്. മെനുവിൽ നിന്ന് ബേസിക് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ നിന്ന് മദ്രസ ഡീറ്റെയിൽ നോക്കുക. വേണ്ട തിരുത്തലുകൾ നടത്താം. ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. സ്റ്റാർ ഇട്ട ഭാഗങ്ങൾ മാത്രമാണ് നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുള്ളത്. ഒന്നാം ഘട്ടം ഇതോടുകൂടി കഴിയും. രണ്ടാം ഘട്ടം നിങ്ങളുടെ മദ്രസയിലെ ക്ലാസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബേസിക് ഡീറ്റെയിൽസിൽ തന്നെയുള്ള വലതുഭാഗത്ത് കാണുന്ന ക്ലാസസ് എന്ന സെക്ഷനിലെ ആഡ് ക്ലാസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് സെലക്ട് ക്ലാസ് എന്ന് കാണാം. ഇതിൽ ഈ വർഷം 1-ാം ക്ലാസ്സിലുള്ള കുട്ടികളെ മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 1-ാം ക്ലാസ് മാത്രമാണ് ഇവിടെ കാണുക. ശേഷം ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഡിവിഷൻ ഇല്ലാത്ത മദ്രസകളാണെങ്കിൽ A എന്ന് കൊടുത്തിട്ട് ക്ലാസ് ആഡ് ചെയ്യാം. ആഡ് ക്ലാസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലാസ് കാണാൻ സാധിക്കും. വേറെ ഡിവിഷൻ ഉണ്ടെങ്കിൽ B ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ക്ലാസ് കൊടുക്കുക. ഇതുപോലെ എത്ര ഡിവിഷനാണോ ഉള്ളത് അത് കൊടുക്കുക. ഇതോടെ 2-ാം ഘട്ടം പൂർത്തിയായി. 3-ാം ഘട്ടം സ്റ്റുഡൻറ്റ് കൗണ്ട് എന്ന വലതുഭാഗത്തുള്ള മെനു ക്ലിക്ക് ചെയ്യുക. ശേഷം മദ്രസയിലെ കുട്ടികളുടെ ഓരോ ക്ലാസ്സിലുമുള്ള കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യം ആൺകുട്ടികളുടെ എണ്ണം, ശേഷം പെൺകുട്ടികളുടെ എണ്ണം എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. ഏതൊക്കെ ക്ലാസ്സുകളാണോ ഉള്ളത് അതെല്ലാം കൊടുക്കുക. അല്ലാത്തവ 0 എന്ന് തന്നെ ആക്കിയിട്ട് അപ്ഡേറ്റ് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ അപ്ഡേറ്റ് എന്ന് കാണിക്കും. നമുക്ക് ആ കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. 3-ാം ഘട്ടമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്. ഇനി 4-ാം ഘട്ടമായിട്ട് മദ്രസ കമ്മിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് മദ്രസയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവരുടെ ഡീറ്റെയിൽ ആണ് ആഡ് ചെയ്യേണ്ടത്. മദ്രസയുടെ ജനറൽ സെക്രട്ടറിയുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയവ ആഡ് ചെയ്യുക. അപ്ഡേറ്റ് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ അപ്ഡേറ്റ് എന്ന് കാണിക്കും. ഇത്തരത്തിൽ പ്രസിഡന്റിൻ്റെയും ട്രഷറുടെയും ഡീറ്റെയിലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതോടെ 4-ാം ഘട്ടം പൂർത്തിയായി. 5-ാം ഘട്ടം മദ്രസയിലെ അധ്യാപകരെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി മാനേജ് മോല്യം സ്റ്റാഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വലത് ഭാഗത്ത് കാണുന്ന ആഡ് ന്യൂ സ്റ്റാഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അധ്യാപകൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം വെരിഫൈ ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ അധ്യാപകൻ മറ്റേതെങ്കിലും മദ്രസയിൽ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ അയാളുടെ വിവരങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നിർബന്ധമായി എൻ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ ഇട്ട ഭാഗങ്ങൾ മാത്രമേ നിർബന്ധമായി എൻ്റർ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ളവ നിർബന്ധമില്ല. ശേഷം ഡ്യൂട്ടി ടൈപ്പ് എന്നുള്ളതിൽ നിന്ന് അദ്ദേഹം എന്താണ് മദ്രസയിലെ ചാർജ് എന്നുള്ളത്, ടീച്ചറാണോ മറ്റുള്ള സ്റ്റാഫാണോ സദറാണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം, നിർബന്ധമാണ്. ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അധ്യാപകൻ മദ്രസയിലേക്ക് അലോട്ട് ചെയ്യപ്പെടും. വേണമെങ്കിൽ അധ്യാപകൻ്റെ ഫോട്ടോ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അവസാനത്തിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഫോട്ടോ പാസ്പോർട്ട് സൈസ് സ്കാൻഡ് ഫോട്ടോ മാത്രം ചെയ്യുക. ഭാവിയിൽ നിങ്ങളുടെ ID കാർഡിലും മറ്റൊക്കെ പ്രിൻറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളതിനാൽ സെൽഫി, ഗ്രൂപ്പ് ഫോട്ടോ, ക്രോപ്പ് ചെയ്ത ഫോട്ടോ തുടങ്ങിയവ ഒന്നും ചെയ്യാതിരിക്കുക. 6-ാം ഘട്ടമായിട്ട് മദ്രസയിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. സോഫ്റ്റ്വെയറിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണിത്. ഇതിനു വേണ്ടി മാനേജ് സ്റ്റുഡൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്ന് വലത് ഭാഗത്ത് കാണുന്ന ആഡ് സ്റ്റുഡൻറ്റ് എന്ന ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു പ്രാവശ്യം ഒരു വിദ്യാർത്ഥിയെ ആഡ് ചെയ്ത് ആ കുട്ടിക്ക് ID നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു കുട്ടിയെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ എൻ്റർ ആവാതെയൊക്കെ ശ്രദ്ധിക്കുക.
ഇതിൽ നിന്ന് ആഡ് സ്റ്റുഡൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ ഇട്ട ഭാഗങ്ങൾ മാത്രമാണ് ടൈപ്പ് ചെയ്യൽ നിർബന്ധമുള്ളത്. ബാക്കിയുള്ളവ ഡാറ്റയുടെ ലഭ്യതക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ക്ലാസ് സെലക്ട് ചെയ്യുക, കുട്ടിയുടെ ഡിവിഷൻ സെലക്ട് ചെയ്യുക. നേരത്തെ ആഡ് ചെയ്ത ഡിവിഷനുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുക. കുട്ടിയുടെ പേര്, ഫാദറിൻ്റെ പേര്, അറബിയിൽ പേരും ഫാദറിൻ്റെ പേരും എഴുതാനുള്ള കോളമുണ്ട്. ചെയ്യാൻ അറിയുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്മിഷൻ നമ്പർ. ഇത്രയാണ് നിർബന്ധമായിട്ട് ചെയ്യാനുള്ളത്. വേണമെങ്കിൽ നിങ്ങളുടെ ഡാറ്റയുടെ ലഭ്യതക്കനുസരിച്ച് വീട്ടുപേര്, പോസ്റ്റ്, മൊബൈൽ നമ്പർ തുടങ്ങിയവ ചെയ്യാം. ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ സേവ്ഡ് എന്ന് കാണിച്ചാൽ സക്സസ്ഫുള്ളി ഇൻസേർട്ട് ആയി എന്നുള്ളതാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത കുട്ടിയുടെ ഡാറ്റ ഇതുപോലെ തന്നെ ഓരോ ഡിവിഷൻ എടുക്കുക, സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. ഇങ്ങനെ മുഴുവൻ കുട്ടികളെയും ആഡ് ചെയ്യുക. ഇനി അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കുട്ടികളുടെ യുണീക്ക് ഐഡൻറ്റിഫയിങ് നമ്പർ എടുക്കുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് മാനേജ് സ്റ്റുഡൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്ലാസ് സെലക്ട് ചെയ്യുക, ഡിവിഷൻ സെലക്ട് ചെയ്യുക, വ്യൂ സ്റ്റുഡൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ ഇവിടെ വരും. ഒന്നാമത്തെ കോളത്തിൽ കാണിക്കുന്ന നമ്പറാണ് കുട്ടിയുടെ യുണീക്ക് ID എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ മദ്രസയുടെ അപേക്ഷാ ഫോമിലേക്ക് രേഖപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. വേണ്ട തിരുത്തലുകൾ വരുത്താവുന്നതാണ്. പക്ഷേ ID ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയാണ് സോഫ്റ്റ്വെയറിൽ ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മലയാളത്തിൽ എൻ്റർ ചെയ്യരുത്. നിർബന്ധമുള്ള കാര്യങ്ങൾ സ്റ്റാർ ഇട്ടതാണ്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ എങ്ങനെ ലഭിക്കും എന്നതിൻ്റെ വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്.